നമുക്കെതിരെ വല്ല നിയമലംഘനങ്ങളോ അല്ലെങ്കിൽ നമുക്ക് വല്ല സമൂഹത്തിന് വല്ല ബുദ്ധിമുട്ടുകളോ ഉണ്ടായാൽ നമ്മൾ ആദ്യം സമീപിക്കുക പോലീസ് സ്റ്റേഷനിലായിരിക്കും. നമ്മൾ ഒരു പരാതിയുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകുന്നു, ആ പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നു. നമുക്കെതിരെ ആരാണോ നിയമലംഘനം നടത്തിയിട്ടുള്ളത് ആ വ്യക്തിക്കെതിരെ കേസെടുക്കുന്നു. സാധാരണ ഇതാണ് ഇതിന്റെ പ്രൊസീജിയർ. എന്നാൽ പല കേസുകളിലും നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇങ്ങനെ പരാതി കൊടുക്കുമ്പോൾ പോലീസ് നേരാവണ്ണം കേസെടുത്തോളുന്നില്ല. അതിൽ പല കാരണങ്ങളുണ്ടാവും. സാമൂഹികമായോ രാഷ്ട്രീയമായോ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ അവിഹിതപരമായിട്ടോ പല കാരണങ്ങളുണ്ടാവും. ഇത്തരം കേസുകളിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു സാധാരണ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അവിടെയാണ് നമ്മുടെ നിയമത്തിന്റെ യഥാർത്ഥ വാല്യൂ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പോലീസ് ഇൻ കേസ് അങ്ങനത്തെ നമ്മൾ പരാതി കേസ് എടുക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ആദ്യം പോലീസിൽ പോവുക, പരാതി കൊടുക്കുക. അവിടുന്ന് പോലീസ് സ്റ്റേഷൻ എന്ത് ചെയ്യുക, നമ്മൾ കൊടുത്ത പരാതിയുടെ റെസിപ്റ്റ് കൃത്യമായിട്ട് കയ്യിൽ കീപ്പ് ചെയ്യാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, പോലീസിന്റെ മേലധികാരി ഉണ്ടാവുമല്ലോ, അവർക്ക് എന്ത് ചെയ്യുക, ഈ പരാതി വീണ്ടും കൊടുക്കുക. ഇങ്ങനെ നമ്മൾ കൺസേൺ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ എന്ത് പരാതി കൊടുത്തിരുന്നു, എന്നാൽ പോലീസ് നമ്മുടെ പരാതി എടുക്കാൻ തയ്യാറായില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മേലധികാരിയെ സമീപിക്കുന്നത്. വീണ്ടും എന്ത് ചെയ്യുക, നമ്മൾ പോലീസ് മേലധികാരിക്ക് പരാതി കൊടുക്കുക. പോലീസ് മേലധികാരിയും നിങ്ങൾ എടുക്കുന്ന പരാതി സ്വീകരിക്കാതെ നിങ്ങളെ തിരസ്കരിക്കുകയാണെങ്കിലാണ് ഇനി യഥാർത്ഥ നിയമപരമായിട്ടുള്ള ഗെയിം ആരംഭിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 2 റെസിപ്റ്റുകൾ, അത് നിങ്ങൾ കൊടുത്ത 2 പരാതികളുടെ റെസിപ്റ്റ് കയ്യിൽ സൂക്ഷിക്കുക. അതിനുശേഷം ഏതാണോ പോലീസ് സ്റ്റേഷൻ, ആ പോലീസ് സ്റ്റേഷൻ ജൂറിസ്ഡിക്ഷണൽ മജിസ്ട്രേറ്റ് ഉണ്ടാവും. ആ മജിസ്ട്രേറ്റ് കോടതി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു പ്രൈവറ്റ് അന്യായം ഫയൽ ചെയ്യാം. പ്രൈവറ്റ് അന്യായത്തിൽ കൃത്യമായിട്ട് നടന്ന സംഭവങ്ങളും സാക്ഷികളും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം. അതേപോലെ തന്നെ നിങ്ങൾ കൊടുത്ത 2 പരാതിയുടെ റെസിപ്റ്റും പരാതിയും ഇതിലും കൂടെ വെക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കോടതിയെ മൂവ് ചെയ്യുന്നു, കോടതിയിൽ ഒരു പ്രൈവറ്റ് അന്യായം ഫയൽ ചെയ്യുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി എന്ത് ചെയ്യും, ഈ പോലീസിന് ഏതാണോ കൺസേൺ പോലീസിന് നോട്ടീസ് അയക്കുന്നു. അവരെ വിളിച്ചു ചേർക്കുന്നു. എന്തുകൊണ്ട് നിങ്ങൾ പരാതി സ്വീകരിച്ചില്ല എന്ന് ചോദിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പരാതി ജെന്യുവിനാണെങ്കിൽ കേസ് FIR ഇടാൻ വേണ്ടിയിട്ട് കോടതി പോലീസിനോട് ആവശ്യപ്പെടും. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണം, പോലീസിന് FIR ഇട്ടേ പറ്റുള്ളൂ. FIR ഇട്ട് കൃത്യമായിട്ട് ആ പ്രതികളെ സമൻസ് അയച്ച് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള നിയമലംഘനക്കെതിരെ കോടതി എന്ത് ചെയ്യും, നിങ്ങൾക്ക് നിയമപരമായിട്ടുള്ള ഒരു സഹായം ചെയ്തു തരും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനത്തെ ആരെങ്കിലും പോലീസ് സ്റ്റേഷൻ നിങ്ങൾ പരാതി കൊടുത്തിട്ട് പരാതി പോലീസ് എടുക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു പ്രൈവറ്റ് അന്യായം കോടതിയിൽ ഫയൽ ചെയ്യാം. നിങ്ങളുടെ പരാതി ജെന്യുവിനാണെങ്കിൽ നിങ്ങൾക്ക് പോലീസ് കേസ് എടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കോടതിയെ സമീപിക്കാം. കോടതിയിൽ നിന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് നീതി ഉറപ്പുവരുത്തുന്നതാണ്. അപ്പം ആർക്കെങ്കിലും ഇത്തരത്തിലുള്ളൊരു പരാതി ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുക. അവിടുന്ന് പരാതി എടുക്കുന്നില്ലെങ്കിൽ കോടതിയെ സമീപിക്കാം. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് അടുത്ത വീഡിയോ കാണാം. ബൈ.